എവിടെ നോക്കി നിൽക്കോടാ മരക്കഴുതേ? അതിനിപ്പോൾ സമയം കിട്ടണ്ടേ മാഷേ? ആഗ്രഹമില്ലാഞ്ഞാണോ? ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ എല്ലാത്തിനും. ഉവേ, നീയാണല്ലേ ഇവിടുത്തെ വാർഡ് മെമ്പർ. എൻ്റെ പൊന്നു മാഷേ, ഉള്ളത് പറയാമല്ലോ. ഒരു വർക്ക് വന്നാൽ കളയാൻ തോന്നില്ല. എന്നാൽ അതെടുത്ത് ഒക്കത്ത് വെച്ചാലോ തീർക്കാൻ ആളുണ്ടോ? അതുമില്ല. ചില നേരത്ത് ചെമ്പരത്തി പോലത്തെ തലയിൽ വെച്ചുകൊണ്ട് ഓടാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് കാര്യം. വീട്ടുകാരെ ചീത്ത കേട്ട് മടുത്തൻ്റെ മാഷ്. നിന്നെ കൊണ്ട് പറ്റാവുന്ന പണിക്ക് പോയാൽ പോരെ. രാഹുകാലം കഴിഞ്ഞാൽ അവരിങ്ങിറങ്ങും. അവിടെ നിന്ന് 2 മണിക്കൂർ മതി ഇവിടെ എത്താൻ. ഇഷ്ടംപോലെ സമയമുണ്ട്. തീർക്കാനാണെങ്കിൽ ഇപ്പം തീർക്കാം. മാഷ് ധൈര്യമായിട്ടിരുന്നാട്ടെ, നമുക്ക് തീർക്കാന്നേ. തേങ്ങ ഇടാനാ രാജനോടൊന്ന് വരാൻ പറ. നാളെ കഴിഞ്ഞാൽ പിന്നെ നടക്കൂല. ഞാനിനി അവനെ എവിടെ പോയി തപ്പാനാ? നീ ഒരു കാര്യം ചെയ്, ആ ഷർട്ടൊന്ന് തേച്ചു പോയി കരയോഗത്തിലൊന്ന് തല കാണിക്കണം. നിശ്ചയത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ സൊസൈറ്റിയിലും ഒന്ന് കയറണം. അല്ല മാഷേ, നമ്മുടെ മീനുമോക്ക് ഇവിടെ നിന്നല്ലാതെ ഇത്രയും ദൂരത്ത് നിന്ന് എന്താണ് ആലോചന? എടാ പൊട്ട, ഇവിടെ അതിന് തക്ക നിലയും വിലയുള്ള ആരിരിക്കുന്നു? അവർ വലിയ കുടുംബക്കാരാ. ഇതുപോലൊന്ന് ഒത്തു വന്നതേ മഹാഭാഗ്യം. എൻ്റെ പൊന്നു മാഷേ, നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. നല്ല മണി പോലത്തെ പയ്യന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരുമായിരുന്നു. ഒന്ന് പോടാ, ഇതാ നിനക്കൊക്കെ വിവരമില്ലെന്ന് ഞാൻ പറയുന്നു. ഇവിടെ വലിപ്പവും പറഞ്ഞ് നടക്കുന്നവനൊക്കെ പണ്ട് എന്തൊക്കെ ആയിരുന്നുവെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നമുക്ക് തരത്തിന് തരം നിർത്താനുള്ള ഏത് കുടുംബക്കാരുണ്ടടാ ഇവിടെ? എനിക്കറിഞ്ഞൂടാ. അതാ പറഞ്ഞേ. നീ കുറെ നേരമല്ല തിരിഞ്ഞും പറഞ്ഞു ഇവിടെ കിടന്ന് കളിക്കുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? ഡേയ്, ഞാനൊരു കാര്യം പറയാം. മീനുമോളുടെ നിശ്ചയം വരാൻ പോകുന്ന നീ വല്ല പണിയും ഒപ്പിച്ച് ഇവിടെ കിടന്ന് ഇടി വാങ്ങിച്ച് കൂട്ടരുത്. കാരണം അവർ കാണുന്ന പോലെ അല്ല, ആള് വടക്കാണ്. ഇടി കൊണ്ട് നിന്റെ ഊപ്പാട് വരും, കേട്ടല്ലേ? നിശ്ചയം കഴിഞ്ഞൊന്നുമില്ലല്ലോ മുരുകണ്ണ. ട്രൂ ലവാണ്. നിങ്ങൾക്ക് ആ പെയിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം വരെ ഞാൻ ഹോപ്പ് വിടൂല. വിടൂലെന്ന് പറഞ്ഞാൽ വിടൂല. എന്നിട്ടാണോടാ പൊട്ട അവള് നിന്നെ ഇൻസ്റ്റയിലും FB-യിലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇടാ പ്രേമെന്ന് പറഞ്ഞാൽ അത് അവക്കൂടെ തോന്നണ്ടേ? അത് ഞാൻ അവളെ കൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിക്കും. അണ്ണൻ കണ്ടോ, എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാനുണ്ട്. ഇന്ന് ഈ വീടിൻ്റെ മുറ്റം വരെ എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ നാളെ അവളുടെ ബെഡ്റൂമിൽ കയറിയിരിക്കാൻ എനിക്കറിയാം. അണ്ണൻ നോക്കിക്കോ. ഇരുത്താൻ പറ്റിയ മുതൽ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ പണി ഞാൻ ചെയ്യാം. നീ അപ്പുറത്തേക്ക് കണക്ഷൻ കൊടുക്കും. നിന്നെ എനിക്കത്ര വിശ്വാസമില്ല. ആഹാ, നീ ഇവിടെ ചന്തം നോക്കി നിൽക്കുകയാണോ? നിനക്ക് ആ ഹാളൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായോ? ഞാൻ കുളിച്ചതാ, ദേഹത്ത് വെള്ളം. പിന്നെ അവർ വരുന്നതിന് മുമ്പ് ഈ വാരി വലിച്ചിട്ടൊക്കെ ബുക്കൊക്കെ ഒന്ന് അടുക്കി വെക്ക്. ഇന്നിനിപ്പം ഇങ്ങടെ ആരൊക്കെ ഇട്ടെടുക്കണത്? നാശം. മോളെ അങ്ങനെ പറയാതെ. ശ്രീരാജിൻ്റെ മൂത്ത ചേച്ചിയാ. അവരങ്ങ് ബോംബെയിലല്ലേ. അവർക്ക് അന്ന് വരാൻ പറ്റില്ലല്ലോ മോളെ. അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ അമ്മേ, അവർക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ പോരെ? എന്തിനിങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണേ? തോന്നിയ ദിവസം പറയാടി. വല്ലോടം ചെന്ന് കയറാനുള്ള പെണ്ണാ. ദൈവമേ, നല്ല ബുദ്ധി കൊടുക്കണേ. എല്ലായിടത്തും ബ്ലോക്ക് ആക്കിയോണ്ടില്ലടി ഈ ക്രിഞ്ച് പണി എനിക്ക് ചെയ്യേണ്ടി വന്നത്. ലവ് യു ഡി.
നീ ഇവിടെ നിൽക്ക്, ഞാൻ വിളിക്കാം. ഡേ ആരോ വന്നിട്ടുണ്ടേ. ഇവിടുത്തെ പണി നമുക്ക് പിന്നെ ചെയ്യാം. അല്ല, നിനക്കിത് എന്ത് പറ്റി? ഉറുമ്പ് അടിച്ചതാണ്. എവിടെ പണിക്ക് പോയാലും നിന്നെ കടിക്കാൻ ആരെങ്കിലും കാണും. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, കായിക്കോണം വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് രാഘവൻ സാറ് ഭയങ്കര ജ്ഞാനിയാ. അയാളുടെ മൂത്ത മകന്റെ അതേ ചായയാ തനിക്ക്. അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, എവിടെയോ കണ്ടു മറന്ന പോലെ. അതെയോ? ആ, സുഹാനയുടെ കാര്യം മോൾ എപ്പോഴും ഇവിടെ പറയാറുണ്ട്. അല്ല, നിങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണോ? ഏയ് അല്ല, പിന്നെ മോളുടെ പേരെന്താ അങ്ങനെ? അത് ജസ്റ്റ് ഒരു പേര് മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് ഈ കാസ്റ്റിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. എല്ലാവരും മനുഷ്യരല്ലേ. ബാഹുബലി വന്നത് കറക്റ്റ് സമയത്താ, അല്ലെങ്കിൽ ഞാൻ ആ കരയോത്തിലേക്ക് ഇറങ്ങാൻ പോവുകയായിരുന്നു. ബാഹുലേനെന്നാ? ആ, അത് തന്നെ. ആ മാഷേ, ഞാൻ പറയാൻ വന്നത് മോളുടെ കല്യാണക്കാരിയല്ലേ. ഞാൻ എങ്ങനെ ഊഹിച്ചു എന്നല്ലേ. നിങ്ങളുടെ ഈ ഇരിപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ, ഇതിപ്പോ കല്യാണത്തിന്റെ സീസൺ അല്ലേ. കേട്ടോ ബാവുലയ, നമ്മൾ ഈ പെങ്കൊച്ചുങ്ങളെ എത്ര പഠിപ്പിച്ചെന്ന് വെച്ചാലും കൊള്ളാവുന്ന ഒരു ബന്ധം കണ്ടുപിടിച്ച് പറഞ്ഞയക്കുന്നത് വരെ മനസ്സിലൊരാദിയാ. അത് വല്ലോ ഈ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ. പക്ഷേ മാഷേ, ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ, അവർക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. ബന്ധമൊക്കെ കണ്ടുപിടിക്കാനുള്ള വിവരം നമ്മളെക്കാൾ അവർക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിലയും വിലയും തറവാടത്തോ ഇല്ലാത്തവർക്ക് അതൊക്കെ ആകാമല്ലോ. പരിഷ്കാരികളെന്നും പറഞ്ഞ് കുറെ കള്ള കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ബാഹുലയ. അതിലൊന്നും പോയി തലവെച്ചു കൊടുക്കരുത്. ഞാനൊരു ലെറ്റർ നിന്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. അതിലെൻ്റെ പുതിയ ഇൻസ്റ്റ ഐ ഡി ഉണ്ട്. വേറെ വഴിയില്ലാത്തോണ്ട്. ദേ രാഹുലേ, ഞാൻ പലവട്ടം വാൺ ചെയ്തിട്ടുള്ള, നീ ഒന്ന് പോയേ. അതെന്താ ബേബി അങ്ങനെ? നീ ഒന്ന് മൂളിയാൽ മതി, നമ്മളിവിടുന്ന് പറക്കും. സ്ട്രൈറ്റ് ടു കോയമ്പത്തൂർ, അവിടെ നിന്ന് ഡൽഹി, പിന്നെ മണാലി. നിന്റെ ഒരൊറ്റ എസ് മതി, നമ്മുടെ ജീവിതം മാറി മാറി. ഡാ കോപ്പേ, നിന്നോടാ ഞാൻ പറയണത്, എന്നെ താനി കോണ അടിപ്പിക്കരുത് കേട്ടല്ലോ. അല്ലേ തന്നെ മനുഷ്യന് ഇവിടെ ആദ്യം എടുത്ത് നിൽക്കുമ്പോഴേ അവൻ്റെ അമ്മൂമ്മയുടെ ബേബി. ബേബി കൂട്ടുകാരുടെ അച്ഛൻ വന്നോണ്ടാ, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അടുക്കള കയറാത്ത കൊച്ചാ. അല്ല ബാഹുലയ, ആരാ പുറത്ത് നിൽക്കുന്നത്? അത് മോൾ സുഹാന. അവൾക്കൊരു കോള് വന്നതാണ്, അവൾ വന്നോളും. നീ എന്ത് കൂട്ടുകാരിയാടി? ആ കൊച്ചു പുറത്തു വന്ന് നിൽക്കുന്നത് കാണാൻ മേലേ. അതിനെ ഇങ്ങ് അകത്തോട്ട് വിളിക്കടി. ഓ, സ്വന്തം കല്യാണം വിളിക്കാൻ വന്നതിൻ്റെ ചളിപ്പായിരിക്കും. പാവം, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ. ആ മാഷേ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കല്യാണക്കാര്യം തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമാണ്. മാഷേ, നമ്മുടെ പിള്ളേർ തമ്മിൽ കുറച്ചു കാലമായിട്ട് വളരെ ഇഷ്ടത്തിലാണ്. അവർ തന്നിഷ്ടത്തിൽ എന്തെങ്കിലും ഒപ്പിക്കുന്നതിന് മുമ്പ് നമുക്കിതങ്ങ് ആലോചിച്ചാലോ? എന്റെ കള്ളിയങ്കാട്ട് ഭഗവതി, പരദേവതേ, പെണ്ണുങ്ങളെ തിരക്കി വീട്ടിലും വന്നു തുടങ്ങിയ. എടോ ബാഹുലയ, നിങ്ങൾക്ക് ബോധമില്ലേ? പിള്ളേരങ്ങനെ പലതും പറയും. ആ താളത്തിനൊത്ത് നമുക്ക് തുള്ളാമോ? പിന്നെ ശ്രീനിലയം തറവാടിന്റെ പാരമ്പര്യം എന്താണെന്ന് ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കാമായിരുന്നു. ഉള്ളത് തുറന്നു പറയാലോ, ഈ വക ഏർപ്പാടൊന്നും ഈ കുടുംബത്തിൽ നടക്കില്ല. ബാഹുലയ, നിങ്ങൾക്കിതൊക്കെ ഒരു തമാശയായിരിക്കും. എൻ്റെ ദൈവമേ, എന്നാലും കാലം പോയൊരു പോക്കേ. സ്വന്തം മോളെയും കൊണ്ട് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഏർപ്പാടിന് ഇറങ്ങിത്തിരിക്കോ? എവിടെയെങ്കിലും നടപ്പുള്ളൊരു കേസാണോ ഇത്? മാഷേ, ഞാൻ തർക്കിക്കാനോ വഴക്കിടാനോ വന്നതല്ല.
പിള്ളേരുടെ ഇഷ്ടത്തിനല്ലേ ഇമ്പോർട്ടൻസ്. നമ്മൾ മുതിർന്നവരിങ്ങനെ പൊങ്ങച്ചോം കാണിച്ച് മസലും പിടിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാ? ജീവിക്കേണ്ടത് അവരല്ലേ. എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നും പറഞ്ഞ് ഞങ്ങളുടെ കാരണവന്മാര് കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കി വച്ചേക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടേ, അതെങ്ങനെ പെട്ടെന്ന് കാറ്റി പറത്താൻ നോക്കൂ? കരക്കാരുടെ മുഖത്ത് നോക്കണ്ടേ? താൻ ആ ചായയും കുടിച്ച് കൊച്ചിനെയും കൊണ്ട് വീട് പറ്റാൻ നോക്ക്. എനിക്കേ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓയ് ഒന്നിഞ്ഞു വന്നേ. ഹായ്, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? പെട്ടെന്നായപ്പോ ആകെ ഒരു ടെൻഷനല്ലേ? എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇങ്ങനൊരു അവസരത്തിൽ ചോദിക്കാമോന്നറിയില്ല. കുട്ടി എന്റെ സബ്സ്ക്രൈബർ ആണല്ലേ? എനിക്കിങ്ങോട്ട് കത്തിയില്ല. ചേട്ടന് ഓർമ്മയില്ലേ മീനുനെ കാർമൽ കോളേജിൽ കൊണ്ടാക്കാൻ വരുമ്പോ ചേട്ടൻ എന്നെ കണ്ടിട്ടുണ്ട്. ആണല്ലേ? എനിക്കത് പെട്ടെന്നങ്ങ് കിട്ടിയില്ല. എന്തായാലും ഈ ട്രെൻഡ് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പൊളി പരിപാടി, ത്രില്ല് സാധനം. പിന്നെ തന്നെ നീ എന്താടി ഈ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒരു മരങ്ങോടനായി പോയല്ലോ. മരങ്ങോടം വയ്യാ കിടക്കുന്നത് നിന്റെ വല്യച്ഛൻ. അല്ല പിന്നെ നമ്മുടെ ചെറുക്കന്റെ കുണം കൊണ്ടേ അവന് ജില്ലയെന്നൊരു പെണ്ണ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനുഷ്യ? അതിന് കുന്തം. നിങ്ങൾ നിങ്ങളുടെ പേട്ട് മൂള വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അതിനിത് ആരാ ഏതാ എന്താണെന്നറിയാതെ എന്ത് പോക്കണം കേട്ടാടി നീ പറയുന്നത്? ഇവരേത് കൂട്ടരാണെന്ന് ആർക്കറിയാം? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ മനുഷ്യ. എന്താ എന്താ? അവരെ ഗുരുദേവന്റെ ആൾക്കാരാ. ഭാര്യ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആഹാ, അക്കളി ഇവിടെ നടക്കില്ല പൊന്നു മോളെ. അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഥൂ. നിങ്ങൾ ഇങ്ങനെ തന്തയാന്നും പറഞ്ഞ് നടന്നു. നാട്ടിലെ 1 നമ്പർ കാട്ടുകോഴിയാ സൽപുത്രൻ. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങൾ വലിയ തറവാടത്ത് വിളമ്പാതെ നിങ്ങൾ സമ്മതിക്കുക. പിന്നെ പെണ്ണിനെ നമുക്ക് അറിയാവുന്നതല്ലേ. ഒന്നാഞ്ഞ് പിടിച്ച 2 കല്യാണം നമുക്ക് ഒരുമിച്ചങ്ങ് നടത്താം. ദേ നമ്മുടെ മോനായോണ്ട് പറയല്ല, ഇവന് കരയെന്ന് പെണ്ണ് കിട്ടത്തില്ല, പറഞ്ഞേക്കാം. ഇതുകൊണ്ട് ഇവൻ നന്നാവും, നിങ്ങൾ നോക്കിക്കോ. എന്നാലും അത് വേണോടി? ഞാൻ മീനുനെ കെട്ടാൻ വരുന്നവരോട് ഇനി എന്തോ പറയും? കുടുംബത്തിന്റെ അന്തസ്സ് നോക്കണ്ടേടി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളങ്ങോട്ടൊന്ന് നടന്നേ മനുഷ്യൻ. എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുട്ടി പേടിക്കണ്ട, ഇയാള് സേഫാ. അടിക്കോ? ഫ്രണ്ട്സ് എല്ലാം കൂടുമ്പോ. ഓ, അപ്പൊ നമ്മളൊക്കെ സെയിം വൈബാണ്. അങ്കിളെ, നമ്മൾ ഓപ്പോസിറ്റ് ആർമിലുള്ള ആരെയും ഇതുവഴി പോണണ്ടായിരുന്നു. അങ്കിളോ? കണ്ടോന്ന് പറ. ഒന്ന് പോടെ ഇറക്കാൻ. അതെ, ഞങ്ങൾ ശ്രീനിലയത്തുകാർ പണ്ടേ സഹാനുഭൂതിയുള്ളവരാ. വീട്ടിൽ കയറി വന്ന് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പം എങ്ങനെയാ നിരസിക്കുക? പിന്നൊരു കാര്യം, കുറച്ച് കണ്ടീഷനൊക്കെ ഉണ്ട്. ആദ്യം 2 പേരുടെയും ജാതകം ചേരണം. അഥവാ ചേർന്നില്ലെങ്കിൽ എന്നെ കുറ്റം പറയും. മാഷെ, അതങ്ങനല്ല. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ എന്തോ കുഴപ്പം പറ്റിയെന്നൊരു ഡൗട്ട്, ഐ മീൻ മിസ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കണ്ടപ്പോഴേ പറയണമെന്ന് കരുതിയതാ. കുട്ടിയുടെ ഐബ്രോസ് കുറച്ചുകൂടി തിന്നാക്കിയാൽ പൊളിക്കും. ഒലിയാടി മോനെ, വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നോടാ. എന്റെ മോളെ പറ്റി ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയും പന്നിന്നില്ല ഞാൻ. കല്യാണം ഉറപ്പിച്ചു വച്ചേക്കുന്ന കൊച്ചാണ്. പുല്ലും പറയണ്ടടാ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞതൊന്നും വേണ്ടാന്ന്. എന്റെ ദൈവമേ, ഒന്ന് പിടിച്ച് മാറ്റണം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ എന്റെ വീട്ടിൽ കയറി വന്ന് എന്തോ പരിഹാരം ഉണ്ടാക്കാം. അയ്യോ മാഷെ, 2 സ്ത്രീകൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ എന്താ മാഷെ കുഴപ്പം? നിയമം ഇപ്പൊ അത് അനുവദിക്കുന്നുമുണ്ട്. അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരും മനുഷ്യരല്ലേ? കഴിവേറി മോളെ, നിന്റെ ഈ പറട്ട് സത്യം കൊണ്ട് ഇപ്പൊ ഇവിടെ നിറങ്ങിക്കോണം. എന്റെ കൈ കൊണ്ട് തീരണ്ടെങ്കിൽ നിനക്കൊന്നും ഈ ശ്രീധരന്റെ സ്വഭാവം നല്ലപോലെ അറിയില്ല.
അവൻ എന്റെ വീട്ടിൽ കയറി വന്ന് പുരോഗമനം പറയുന്നു. നീ എന്തിനുള്ള പുറപ്പാടി വരുമ്പട്ടവളെ? നീ നിന്റെ അച്ഛനും അമ്മയെ കുറിച്ച് ഓർത്തോടി. അച്ഛ, നിങ്ങളോടൊക്കെ പറയാൻ പേടിച്ചിട്ടാ. ഇവരുടെ കൂടെ ഞാനും പോവും. സുഹാനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛ. അപ്പൊ തയ്യാറായിട്ടിരിക്കായിരുന്നു അല്ലേ? എങ്ങനെ തോന്നിയടി പിഴച്ചവളെ നിനക്കിത്? നിന്റെ മാനസിക രോഗം ഞാൻ തീർത്തു തരാടി. എല്ലാരും ചേർന്ന് വിഷം കഴിച്ചു മരിക്കുന്നതിനേക്കാളും നല്ലത് ഇത് തന്നെയാ. മുകളിലിരിക്കുന്ന കാരണവന്മാർ എന്നോട് ക്ഷമിക്കില്ല. അച്ഛാ വേണ്ടച്ചാ. മാനം കെട്ട് ജീവിക്കാൻ ഈ ശ്രീധരനെ കിട്ടില്ല. കൈയെടുക്കണോ? ഒറ്റ ഒരുത്താണെങ്കിൽ പോകരുത്, ചെതറിച്ച് കളയും. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങൾ വരയ്ക്കുന്ന വഴിയിൽ കൂടി പോകാനുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതമെന്ന് അല്ലേ? മിനിമം ഇവളുടെ സെക്ഷുവാലിറ്റി എന്താണെന്നെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയോ? ഞങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ തന്നെ ചെയ്യും. അതിന് ആരെങ്കിലും കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. മിനുവാ പോവാം. You can't stop me, love is flying through my wings. I burn the damn system down, it can drag me. Location no hate, we are queens, we'll rule, no shame, no judge, we'll break your shackles, we'll break free. Stop me, you can't stop me. You cannot lock this love up till we are 6 feet deep. We know who to love, tell us we know who to hate. നീ കുടുംബത്തിന്റെ അടിവേരിറക്കിട്ടാ പോണേ. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും പ്രശ്നമില്ലായിരുന്നു, ഒരാണിന്റെ കൂടെ ആയിരുന്നു. പക്ഷെ ഇത് ഞങ്ങള് ചങ്കിച്ച വിട്ടിട്ടാടി. നീ വാ സുഹാന, നമുക്ക് പോവാം. നീ ചേട്ടനത് വട്ടായ മനുഷ്യൻ പേടിച്ചും പോയല്ലോ.
छोटू उसको पकड़ो।